ക്വസ്റ്റ്യൻ നമ്പർ 14 കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം അറേഞ്ച് the bonds in order of increasing ionic character in the molecule LiF K2O N2SO2 and ClF3. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് വെച്ചുകൊണ്ട് പറയാൻ പറ്റും. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവൻ ഹൈലി അയണിക് ആയിരിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കുറയും തോറും അയണിക് ക്യാരക്ടർ കുറയും, പതിയെ പതിയെ കോവാലൻ ക്യാരക്ടർ ആകാൻ തുടങ്ങും. ആദ്യമേ നമുക്ക് ഈ എലമെൻറ്റുകളെല്ലാം പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിലെ ലിത്തിയവും പൊട്ടാസ്യവും ഉണ്ട്. ഇപ്പോൾ പീരീഡ് നമ്പർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദെൻ ഫസ്റ്റ് പീരീഡിൽ നിന്ന് പിന്നെ അതിലുള്ള ഓക്സിജനും ഫ്ലൂറിനുമാണ്. ഗ്രൂപ്പ് 16 ഓക്സിജൻ തൊട്ട് താഴെ സൾഫർ ഉണ്ട്, 17 ഫ്ലൂറിന് തൊട്ട് താഴെ ക്ലോറിൻ ഉണ്ട്. സത്യത്തിൽ ഇങ്ങനെയാണ് ഇവരുടെ ഒരു പൊസിഷൻ വരുന്നത് പീരിയോഡിക് ടേബിളിൽ, അല്ലേ? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 16 ആൻഡ് ഗ്രൂപ്പ് 17. പീരീഡ് നമ്പർ 2, ദിസ് ഇസ് പീരീഡ് നമ്പർ 3, ദിസ് ഇസ് പീരീഡ് നമ്പർ 4. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ലിത്തിയത്തിനും ഫ്ലൂറിനും ഇടയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ലിത്തിയവും ഫ്ലൂറിനും തമ്മിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും അയണിക് ക്യാരക്ടർ ഉണ്ടാകുക ലിത്തിയം ഫ്ലൂറൈഡിനായിരിക്കും. അതിന് തൊട്ട് താഴെയാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടാകുക പൊട്ടാസ്യവും ഓക്സിജനും തമ്മിലാണ്. സോ ദെൻ K2O. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നൈട്രജനിലായിരിക്കും ലീസ്റ്റ് അയണിക് ക്യാരക്ടർ ഉണ്ടാകുക. അപ്പോൾ ഏറ്റവും അവസാനം നൈട്രജൻ ആയിരിക്കും, N2 ആയിരിക്കും. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് 0 ആണ്. ഇനി ഇതിനിടയിൽ 2 പേർ കൂടി ബാക്കിയുണ്ട്. ആരൊക്കെയാ? SO2 ഉണ്ട്, ClF3 ഉണ്ട്. സൾഫറിനും ഓക്സിജനും ഇടയിലായിരിക്കോ അതോ ക്ലോറിനും ഫ്ലൂറിനും ഇടയിലായിരിക്കോ കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടാകുക? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്ലൂറിനും ക്ലോറിനും ഇടയിലാണ് കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് പൊസിഷൻ ClF3 ആയിരിക്കും. ഏറ്റവും കുറവ് SO2 ആ 2 പേരിൽ. സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ, ദിസ് ഈസ് ദി കറക്റ്റ് ഓർഡർ. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ലിത്തിയം ഫ്ലൂറൈഡിനും ഏറ്റവും കുറവ് നൈട്രജനുമാണെന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലുമുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം കൃത്യമായി പറയുന്നത് ഓപ്ഷൻ 3 മാത്രമാണ്. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ.